ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അതിനാവശ്യത്തിലുള്ള പച്ചമുളക്, ഞാൻ 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അതിനാവശ്യത്തിലുള്ള തൈര്, ഇത് ഞാൻ വിസ്ക് വെച്ച് ഉടച്ചെടുത്തിരിക്കുകയാണ്, കട്ടകളൊന്നുമില്ല. അതിനാവശ്യത്തിലുള്ള തേങ്ങ. അത് ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാമേ. വെള്ളരിക്ക ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാമേ. അടച്ചു വെച്ച് കൊടുക്കാമേ. തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാമേ. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം കടുക് ചേർക്കാൻ ഇത് നന്നായിട്ട് കടുക് അങ്ങ് അരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ പകുതി അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളരിക്കയെല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. വെന്ത് ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഈ തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമേ. ഇത് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലാക്കുകയാണ്. ആക്കിയിട്ട് ഞാൻ തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചൂടാക്കി എടുക്കുകയാകാവും. നല്ല രീതിയിൽ ഇത് ചൂടായിട്ടാണ്. ഇനി ഇതിനാവശ്യത്തിലുള്ള കടുക് പൊട്ടി ചേർക്കാമേ. ഇതൊക്കെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാമേ. കടുക് പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് മാറ്റുകയാണത്. ഇവിടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.